മട്ടന്നൂർ കണ്ണൂർ പാതയിൽ ഗതാഗത തടസ്സമുണ്ടാക്കി എന്ന കാരണം പറഞ്ഞ് കണ്ണൂരിൽ ഒരു കല്യാണത്തിൽ പങ്കെടുത്ത വരനെതിരെ, കല്യാണത്തിലെ വരനും 25ഓളം പേർക്കുമെതിരെ കേസെടുത്തു. ചക്കരക്കൽ പോലീസ് കേസെടുത്തു എന്നുള്ളതാണ്. ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. കല്യാണത്തിന് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ വന്നപ്പോൾ ഈ വരൻ വന്നത് ഒരു ഒട്ടകത്തിൻ്റെ പുറത്തിരുന്നാണ്. ഈ ഒട്ടകത്തിൻ്റെ പുറത്തിരുന്ന് വരുമ്പോൾ ഈ പറയുന്ന പാതയിൽ, കണ്ണൂർ മട്ടന്നൂർ പാതയിൽ വലിയ ഗതാഗത കുരുക്കുണ്ടാകുന്നു. പലരും അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ തന്നെ ഇവിടത്തെ ഗതാഗത കുരുക്കാണ്, അതിൻ്റെ കൂടെയാണ് ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് ആ റോഡുകൾ മൊത്തം, ആ പ്രദേശത്തെ റോഡുകൾ മൊത്തം ഇടുങ്ങിയ റോഡുകൾ. കോഴിക്കോട് കണ്ണൂർ റോഡ് പരിശോധിച്ചാൽ അറിയാൻ പറ്റും കറക്റ്റായിട്ട്. അത് ആ പരിസരത്ത് എല്ലാ റോഡുകളും അങ്ങനെ ഇടുങ്ങിയതാണ്, ഓൾറെഡി ഇടുങ്ങിയ റോഡുകളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് ഇരുന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു, ഈ വരനെ കൊണ്ടുവരുന്നു. ഭയങ്കര ബഹളം, പാട്ട്, കൂത്ത്, ബഹളം, വെടിവെപ്പ്, ഭയങ്കര സംഭവമാണ്. പടക്കം പൊട്ടിക്കുന്നു, മറ്റേ ഇങ്ങനെ പോകുന്ന മറ്റേ പേപ്പേഴ്സ് അത് ഇതൊക്കെ ഇടുന്നു. അങ്ങനെ ഭയങ്കര ആഘോഷമാണ്. അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ പോകേണ്ടവരുണ്ട്, ആശുപത്രിയിൽ പോകേണ്ടവരുണ്ട്. ഇവരെ എല്ലാവരെയും തടഞ്ഞു വെച്ച് അവരിൽ ആരൊക്കെയോ വിളിച്ച് പോലീസിൽ പരാതി പറഞ്ഞു. അവസാനം പോലീസുകാർ വന്ന് ഈ എന്താ പറയുക, സമരക്കാരെയൊക്കെ പിരിച്ചുവിടുമല്ലോ, വടിയൊക്കെ എടുത്ത് മാറെന്ന് പറഞ്ഞിട്ടാണ്. അവസാനം ഇതിൽ കേസെടുത്തിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരനെതിരെ, ഈ നവവരനെതിരെ കേസെടുത്തിരിക്കുകയാണ്. 25 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് മഹല്ല് കമ്മിറ്റിയൊക്കെ ഇതിനെ തള്ളി പറയുന്നു. ഇങ്ങനൊന്നും ചെയ്യാനേ പാടില്ല. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സഞ്ചാര സ്വാതന്ത്ര്യം തടയലാണ്. അതെ, അത് ഈ പറഞ്ഞ വളപട്ടണത്തെ ഇപ്പം കല്യാണം ഈ പറഞ്ഞ കല്യാണത്തിലെ വരനും വധുവും ഈ കൂട്ടുകാരും മാത്രമല്ല. ഇത് എവിടെയും മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നവർക്കെതിരെ ഇതേ നടപടിയല്ലേ എടുക്കേണ്ടത്. അതായത് ഈ പറഞ്ഞതുപോലെ എയർപോർട്ടിൽ പോകേണ്ടവരുണ്ടാവും, ആശുപത്രിയിൽ പോകേണ്ടവരുണ്ടാവും, പെട്ടെന്ന് ഏതെങ്കിലും പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ടാവും. ഇവരുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട്, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ വരനോ വധുവോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഗവർണറോ ഏതെങ്കിലും VIP-കളോ ഒക്കെ സഞ്ചരിക്കുന്നതിനെ, അതിനെതിരെ അങ്ങനെ ഇങ്ങനൊരു തടസ്സപ്പെടുത്തലിനെതിരെ കേസെടുക്കേണ്ടതല്ലേ. ഈ വരന് ചോദിക്കാനും പറയാനും രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ അയാൾക്കെതിരെ കേസെടുത്താൽ അത്തിരാമായിരിക്കും. അതുപോലെ തന്നെ ഇയാളെ പോലെ തന്നെ ഇപ്പം ഇയാൾ കുറച്ചു നേരത്തേക്ക് അവിടെ ബുദ്ധിമുട്ടിച്ചു വിചാരിക്കുക, ഈ കൂട്ടം ആ പാതയെ അടച്ചു അങ്ങനെ സ്ഥിരമായി ബുദ്ധിമുട്ടിക്കുന്ന വളരെ VIP ആൾക്കാരുണ്ട്. അവർക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? അപ്പൊ ഇത് ഇങ്ങനെ നടപടി എടുക്കുന്നതിന് പകരം ഒന്ന് ഈ റോഡുകളൊക്കെ വികസിപ്പിക്കുക. ഇത്തരം ചില ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ മുൻകൂട്ടി പോലീസിനെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികൃതരെയും അറിയിച്ചുകൊണ്ട് ഇവർക്ക് സഞ്ചരിക്കാൻ ഒരു പ്രത്യേക വഴി തുറന്നു കൊടുക്കുക. സാധാരണ മനുഷ്യന് അവന്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് അതിവേഗം പോകാൻ, ഏറ്റവും വലിയ പ്രസക്തിയോടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് അതേ പ്രാധാന്യത്തോടെ പോകാൻ പ്രധാന പാതകളെ യാതൊരു തടസ്സവുമില്ലാതെ വിട്ടുകൊടുക്കുക, ഒഴിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്. ഇതിപ്പോൾ പാവപ്പെട്ട ഒരുത്തനെതിരെ കേസെടുക്കുകയും ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും അല്ലെങ്കിൽ ഇതുപോലെയുള്ള VIP-കൾ വരുമ്പോൾ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് വഴി തുറന്നിട്ട് ബാക്കിയുള്ളവരെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിനകത്തൊരു നീതികേടുണ്ട്. മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ചില സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ചില ക്രമീകരണങ്ങൾ ചെയ്യുന്നതെന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. പക്ഷെ ബേസിക്കലി ഞാൻ പറഞ്ഞത് അങ്ങനെ മറക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രത്തോളം പുരോഗമിച്ചൊരു രാജ്യമാണ്. ഈ രാജ്യത്ത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ സാധാരണക്കാരൻ രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കണം എന്ന് തോന്നുന്നത് അതൊരു ആധിപത്യ സ്വഭാവം തന്നെയാണ്. ഞങ്ങളാണെങ്കിൽ എന്തുമാകാം എന്നുള്ളൊരു നിലപാടാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കേരളത്തിൽ ജോലി ചെയ്യുന്ന കാലത്ത്, ഇപ്പോഴുള്ള കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 2006-2007 ആണ്. അന്ന് സോണിയാഗാന്ധി KPCC അധ്യക്ഷയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ തിരുവനന്തപുരത്ത് AICC അധ്യക്ഷയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ, ഞാൻ കേരളത്തിയുടെ ആ റോഡ് അറിയാമല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എയർപോർട്ട് റോഡാണ്, അങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ് ഭാഗത്ത് പോലീസ് അങ്ങ് മറ്റേ നാട കെട്ടി അടച്ചു. അതിനിപ്പുറത്ത് നിൽക്കണം ആൾക്കാർ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ വയ്യ. ഞാനന്ന് വളരെ ചെറുപ്പമാണ്, അറിയാമല്ലോ, എത്ര വർഷം മുമ്പാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് ഭയങ്കരമായ ദേഷ്യം തോന്നി. എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ എന്തിനാണ് ഇവർ മുടക്കുന്നത്, ഇവർക്ക് പോയാൽ പോരെ എന്ന് തോന്നി. ഇത് ഏത് സാധാരണ മനുഷ്യനും തോന്നുന്ന ഒന്നാണ്. അത് പ്രധാനമന്ത്രി ആയതുകൊണ്ടോ, അത് മുഖ്യമന്ത്രി ആയതുകൊണ്ടോ, അത് സോണിയാഗാന്ധി ആയതുകൊണ്ടോ, ഇനി ദൈവം തന്നെ നടന്നു പോകുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ എൻ്റെ എൻ്റെ കാര്യങ്ങളില്ലേ, എൻ്റെ ഒരു സാധാരണക്കാരൻ്റെ കാര്യങ്ങളെ മുടക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് മാറേണ്ടതല്ലേ നമ്മൾ. ഇവർ വരുമ്പോൾ ഇവർക്ക് സഞ്ചരിക്കാനുള്ള വഴി, ആ വഴി അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് സുരക്ഷ ഒരുക്കണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തന്നെ മറ്റുള്ളവരെ മറ്റു വഴിയിലേക്ക് തടസ്സങ്ങൾ കൂടാതെ തിരക്കില്ലാത്ത രീതിയിൽ പോകത്തക്ക തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. വെറും ക്രമീകരണമല്ല, ഇൻഫ്രാസ്ട്രക്ചർ. അതായത് അത് സ്ഥിരമായി എവിടെയുള്ളത്, ഒരു പാലം ചെയ്യുമ്പോൾ, ഒരു റോഡ് ചെയ്യുമ്പോൾ അത്ര വിശാലവും വീതിയുള്ളതുമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ വിടേണ്ടുന്ന കാലമായി. അതെ,
എങ്കിലേ നമ്മളൊരു പരിഷ്കൃത സംവിധാനമാണ്, പുരോഗമിച്ച സംവിധാനമാണ് എന്ന് പറയാൻ സാധിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഇക്കാര്യം. ശരി, എനിക്ക് തോന്നുന്നു ഈ ചില മന്ത്രിമാരൊക്കെ അവരുടെ പൈലറ്റ് ഒക്കെ ഒഴിവാക്കിയാണ് ഇപ്പം മിക്കവാറും പോകാറുള്ളത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ ചില സ്ഥലങ്ങളിൽ വെച്ച് സജി ചെറിയാനെ അങ്ങനെ കണ്ടിട്ടുണ്ട്. വാഹനം മാത്രമേ, അതായത് ഈ ഇന്നോവ കാറിലാണ് അദ്ദേഹം പോകുന്നത്, ഈ ഇന്നോവ കാർ മാത്രം. പിന്നെ നമ്മുടെ കൃഷിമന്ത്രി ഉണ്ടല്ലോ പി പ്രസാദ്, ഈ പറയുന്നതിനകത്ത് ഈ പറഞ്ഞ മന്ത്രിമാരെ കാണുമ്പോൾ ആൾക്കാരെല്ലാം ഓടിക്കൂടുകയും മാലയിടുകയും ചെയ്യുന്ന അവസ്ഥയൊന്നുമില്ല. കേരളത്തിൽ അത് മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. അത് വലിയൊരു അല്ല, അങ്ങനെ ചിലരൊക്കെ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് അതേസമയം തന്നെ ഈ വലിയ പ്രധാനപ്പെട്ട വകുപ്പൊന്നും അല്ലെങ്കിലും കൊണ്ടുപിടിച്ച് മുഴുവൻ പോലീസുകാരെയും ഭയങ്കര ബഹളമായിട്ട് പോകുന്നവരുണ്ട്. ഞാൻ പലപ്പോഴും MC റോഡിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ് സ്കൂട്ടറിലൊക്കെ. അപ്പോൾ ഈ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ അടുത്തൊക്കെ ഉള്ള വാഹനത്തിലിരിക്കുന്നവർ സംസാരിക്കുന്നത് പോലെ നമുക്ക് കേൾക്കാമല്ലോ, ഇവരൊക്കെ എവിടെ പോന്ന്, ഇത്ര വായു ഗുളിക മേടിക്കാൻ പോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ വല്ലാതെ ശപിക്കുകയാണ് ഈ മനുഷ്യരെയൊക്കെ. കാരണം ഒന്നാമത്തെ കാര്യം, ഇവൻ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഇവൻ ആരുടെ ചെലവ് മേലാണ് കഴിയുന്നത്? നമ്മുടെ ചെലവ് മേലാണ് കഴിയുന്നത്. നമ്മളൊട്ട് അവന്റെ ചെലവ് മേലല്ല കഴിയുന്നത്. നമ്മള് പണം കൊടുത്ത്, നമ്മള് കാശങ്ങോട്ട് കൊടുത്ത് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്ന മന്ത്രിമാരെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് തൊഴണം. അവനല്ലേ നമ്മളെ തൊഴേണ്ടത് എന്ന് ചോദിക്കുന്നത് പോലെ. അതല്ല, ഇത് ഏറ്റവും കൗതുകരമായ കാര്യമായി എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു തിരിച്ചറിവിൽ നിന്നൊക്കെ കൂടിക്കൊണ്ടാകാം ഇപ്പം ആളുകൾ ഈ ബഹളമൊന്നും ഉണ്ടാക്കാതെ, ഞാൻ പറഞ്ഞല്ലോ 2-3 മന്ത്രിമാരുടെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ഞാനിപ്പോഴാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതിന് മുമ്പ് അങ്ങനെ കോൺവോയ് ഒന്നും ഇല്ലാതൊക്കെ പോയിട്ടുള്ളവരൊക്കെ കാണുമായിരിക്കും. CPI മന്ത്രിമാർ വലിയ താരപ്രഭയുള്ളവരൊന്നും അല്ല, അല്ലെങ്കിൽ തന്നെ മൊത്തം മന്ത്രിമാരും അങ്ങനെ വലിയ താരപ്രഭ. ആരാണ് ആളുകളെ താരങ്ങളാക്കുന്നത്? അതൊരു സ്തുതിപാഠകരൊക്കെ അങ്ങ് താരങ്ങളാക്കുക ആളുകളെ. അതെ, ഇനിയിപ്പോൾ എന്തെങ്കിലും സുരക്ഷാ ഭീഷണിയുടെയൊക്കെ പേരിലാണെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടെ പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കലാപമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധ്യത, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഒരു അപകടം നടന്ന സ്ഥലത്തേക്കൊക്കെയാണ് പോകുന്നത്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത് മുൻകരുതലുകൾ വേണ്ടതാണെങ്കിൽ പിന്നെ നമുക്ക് പറയാം. ഇത് ഒരാവശ്യവുമില്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. 100 ഒരു പോലീസുകാരൻ വെളിയിലോട്ട് കൈയൊക്കെ ഇട്ട് ഒരു എന്താ പറയുന്നത് മാറെന്ന് പറഞ്ഞ് ഇത് കാണുമ്പോഴേ ആളുകൾക്ക് ദേഷ്യം വരും. അങ്ങനെയുള്ളൊരു സംവിധാനമാണ്. ഞങ്ങൾ ഈ പറഞ്ഞു വന്നത് ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടാണ്, കണ്ണൂരെ വിഷയമാണ്. എങ്കിൽ കൂടിയും ഈ കണ്ണൂരിൽ കേസെടുക്കുന്ന ആ വരനെതിരെ 25 പേർക്കെതിരെയൊക്കെ കേസെടുത്തത് വളരെ നന്നായി എന്നേ പറയത്തുള്ളൂ. ഇനിയെങ്കിലും ആളുകൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി റോഡടച്ച് കാര്യങ്ങളൊന്നും ചെയ്യില്ല. നോക്കൂ, ഇത് പറയുമ്പോൾ വേറൊന്നും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഉത്സവ സമയത്തെ ഘോഷയാത്രകൾ, അത് പള്ളിയായിക്കൊള്ളട്ടെ എന്തും ആയിക്കോട്ടെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥകളും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവർക്ക് എല്ലാം എതിരെ കേസെടുക്കണം. ഇതിപ്പം എന്താണ്, ബാക്കിയുള്ളവർക്കൊന്നും എതിരെ കേസെടുക്കാനില്ല. സ്വാധീനമില്ലാത്ത സാധാരണ മനുഷ്യനെതിരെ അവൻ റോഡിലിറങ്ങി ആഘോഷിക്കുമ്പോൾ കേസെടുക്കുക എന്ന് പറയുന്നത് നീതികേടാണ്. കേസ് ഇത് നിയമപരമായി ഇത് സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന ഒന്നാണ് എന്ന തലത്തിലാണെങ്കിൽ അത് ഈ പറഞ്ഞ ഉത്സവ ഘോഷയാത്രകൾ, പള്ളി ആയിക്കോട്ടെ അമ്പലമായിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടികളുടെ ഘോഷയാത്രകൾ അല്ലെങ്കിൽ മറ്റാര് നടത്തുന്നതാണെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന എന്താണെങ്കിലും കേസെടുക്കുകയും അങ്ങനെ ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാക്കുകയും വേണം. അല്ലാതെ ചെയ്യുന്നതൊക്കെ വളരെ മോശമാണ്. പാവപ്പെട്ടവന്റെ മേളിലുള്ള കുതിരകയറ്റമായിട്ടാണ് വ്യാഖ്യാനിക്കാൻ പറ്റുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.